നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ടുള്ള വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ പദ്ധതി പ്രാബല്യത്തിലായിരിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യമില്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന 2 പതിറ്റാണ്ടോളമായി രാജ്യത്ത് നടപ്പാക്കി വന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇതോടെ വിസ്മൃതിയിലാകുന്നത്. പദ്ധതിയുടെ പേര് മാത്രമല്ല, രൂപവും മാറും. ഇത് ഒരു പദ്ധതി മാറ്റം മാത്രമല്ല, ഇന്ത്യയിലെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലും സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിലും സംഭവിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ പ്രഖ്യാപനമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിൽ 40% വിഹിതം സംസ്ഥാനം നൽകണം. സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നതാണിത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് കൂടുതൽ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് ആവശ്യമുള്ള സംസ്ഥാനങ്ങളാണ് അതിന്റെ ആഘാതം ശക്തമായി അനുഭവിക്കുക. കേരളം അതിലൊന്നായിരിക്കും. സാമ്പത്തിക ബാധ്യത മൂലം പല സംസ്ഥാനങ്ങൾക്കും പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. ബിബിജി റാംജി പദ്ധതിയിൽ സ്വകാര്യ വ്യക്തികളുടേതടക്കം കൃഷിഭൂമിയിലെ ഭൂവികസന ജോലികൾ അനുവദിക്കില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീത് സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. ഇനി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാനാകൂ. പുതിയ പദ്ധതിക്ക് കീഴിൽ ചെയ്യാവുന്ന 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. കായികാധ്വാനം വേണ്ട പ്രവൃത്തികളാണ് പുതിയ പട്ടികയിലുള്ളത്. കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 40% 60 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ ഇത് പ്രയാസമാകും. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ വിഭാഗങ്ങളിലാണ് പ്രവർത്തികൾ. ബിബിജി റാംജി പദ്ധതിയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് അതിന്റെ മോശം സാമ്പത്തിക രൂപകൽപ്പനയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ക്ഷേമ പദ്ധതി മാത്രമായിരുന്നില്ല എന്നതാണ്. തൊഴിൽ ആവശ്യപ്പെടാനുള്ള നിയമപരമായ അവകാശമാണത് ഗ്രാമീണ ജനതയ്ക്ക് നൽകിയത്. ജോലി ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ വരെ നിയമം അനുവദിച്ചിരുന്നു. ബിബിജി റാംജി പദ്ധതിയുടെ ഏറ്റവും വലിയ ആശങ്ക അവകാശത്തെ ആനുകൂല്യമായി മാറ്റുന്നു എന്നതാണ്. ജോലി ആവശ്യപ്പെടാനുള്ള നിയമപരമായ ഉറപ്പിൽ നിന്ന് സർക്കാർ അനുവദിക്കുന്ന വിഭവങ്ങളെയും മാനദണ്ഡങ്ങളെയും ആശ്രയിക്കുന്ന ലക്ഷ്യബദ്ധമായ പദ്ധതിയിലേക്കുള്ള മാറ്റമാണത്. ബിബിജി റാംജി പദ്ധതിയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് അതിന്റെ മോശം സാമ്പത്തിക രൂപകൽപ്പനയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ക്ഷേമ പദ്ധതി മാത്രമായിരുന്നില്ല എന്നതാണ്. തൊഴിൽ ആവശ്യപ്പെടാനുള്ള നിയമപരമായ അവകാശമാണത് ഗ്രാമീണ ജനതയ്ക്ക് നൽകിയത്. ജോലി ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ വരെ നിയമം അനുവദിച്ചിരുന്നു. ബിബിജി റാംജി പദ്ധതിയുടെ ഏറ്റവും വലിയ ആശങ്ക അവകാശത്തെ ആനുകൂല്യമായി മാറ്റുന്നു എന്നതാണ്. ജോലി ആവശ്യപ്പെടാനുള്ള നിയമപരമായ ഉറപ്പിൽ നിന്ന് സർക്കാർ അനുവദിക്കുന്ന വിഭവങ്ങളെയും മാനദണ്ഡങ്ങളെയും ആശ്രയിക്കുന്ന ലക്ഷ്യബദ്ധമായ പദ്ധതിയിലേക്കുള്ള മാറ്റമാണത്. തൊഴിലുറപ്പ് പദ്ധതി അടിത്തട്ടിലേക്കുള്ള ഒരു സമീപനം വിഭാവനം ചെയ്തിരുന്നു. അതിൽ സംസ്ഥാനങ്ങൾ ജോലിയുടെ ആവശ്യം കണക്കാക്കുകയും അത് കേന്ദ്രവുമായി പങ്കിടുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം വിഹിതം നൽകും. പുതിയ പദ്ധതിയിൽ ഈ സമീപനമില്ല. അത് കേന്ദ്രം തീരുമാനിക്കുന്ന പാരാമീറ്ററുകളെ അടിസ്ഥാനമാക്കി ഓരോ സാമ്പത്തിക വർഷത്തേക്കും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡ വിഹിതം കേന്ദ്രം നിർണ്ണയിക്കുകയാണ് ചെയ്യുക. അതിന്റെ വിഹിതത്തെക്കാൾ കൂടുതലായി വരുന്ന ഏതൊരു ചെലവും പൂർണ്ണമായി സംസ്ഥാന സർക്കാർ വഹിക്കണം. സംസ്ഥാനങ്ങൾ ചെലവിടുന്ന പണത്തിന്മേലും നിയന്ത്രണം കേന്ദ്രത്തിനായിരിക്കും. ഇത് സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തും. തൊഴിലുറപ്പ് പദ്ധതി ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. പുതിയ പദ്ധതി അതിനു പകരം കേന്ദ്രത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച വിഹിതവും ചെലവ് പരിധിയും നൽകുന്നു. ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാധാന്യം ഇല്ലാതാക്കുകയും മറ്റെല്ലാ കേന്ദ്ര പദ്ധതിയെയും പോലെയാക്കുകയും ചെയ്യും. നിലവിലെ തൊഴിലുറപ്പ് നിയമപ്രകാരം ആസൂത്രണത്തിനും നിർവഹണത്തിനുമുള്ള പ്രധാന അധികാരികൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയായിരുന്നു. ഗ്രാമസഭയുടെയും വാർഡ് സഭകളുടെയും ശുപാർശകൾ അടിസ്ഥാനമാക്കി പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവൃത്തികൾ നടപ്പാക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ഈ വ്യവസ്ഥയും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ പദ്ധതി നടപ്പാക്കൂ.
അതായത് രാജ്യത്തെ എല്ലാ ഗ്രാമപ്രദേശങ്ങൾക്കും പദ്ധതി ബാധകമല്ല. പുതിയ പദ്ധതിയിൽ കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ ജോലി താൽക്കാലികമായി നിർത്തിവെക്കാൻ അനുവദിക്കുന്ന വ്യവസ്ഥയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന തൊഴിലാളികളെ ഈ കാലത്ത് തൊഴിൽ രഹിതരാക്കുകയോ സ്വകാര്യ ഭൂ ഉടമകളുടെ കാരുണ്യത്തിൽ കാർഷിക ജോലികളിലേക്ക് നിർബന്ധിതരാക്കുകയോ ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. 1/3 ഭാഗം പട്ടികജാതി, പട്ടികവർഗ, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവയിൽ നിന്നുള്ളവരാണ്. പദ്ധതിയുടെ മാറ്റം ഈ വിഭാഗത്തെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക. ഗ്രാമീണ തൊഴിലില്ലായ്മയും ദുരിതവും കുറയ്ക്കുന്നതിന് കൂടുതൽ സാർവത്രികവും ശക്തവുമായ ഒരു തൊഴിൽ പദ്ധതി നടത്തുന്നതിന് സംസ്ഥാനങ്ങൾ സ്വന്തം വിഭവങ്ങൾ നൽകാൻ തീരുമാനിച്ചാലും ചെലവഴിക്കുന്ന ഏതൊരു പണവും കേന്ദ്ര സർക്കാർ തീരുമാനിച്ച മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഗ്രാമീണ ഇന്ത്യയിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ ആവശ്യപ്പെടാനുള്ള നിയമപരമായ അവകാശം നൽകിയ സാമൂഹിക കരാറായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാകുന്നതോടെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഒരു പദ്ധതി മാത്രമല്ല, ദരിദ്രരുടെ തൊഴിൽ അവകാശത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ ജനാധിപത്യ പ്രതിബദ്ധതയാണ്.